അത് തമിഴ്നാട്ടിൽ പോകുന്ന വഴിയാണ്. കാട്ടിനുള്ളിൽ കയറാണ് നമ്മൾ. ചെന്നായ്ക്കൾ തിന്നുമ്പോൾ അതിൻ്റെ മാൻ കൊടുക്കുന്ന ഒറ്റ കൊമ്പനാണ് അവൻ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിലേക്കാണ്. അപ്പോൾ ഞാൻ പാലക്കാട് താമസിക്കുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ എണീറ്റപ്പോൾ നല്ല ക്ലൈമറ്റ്, രാത്രി ഒരു മഴ പെയ്തിട്ട് രാവിലെ എണീക്കുമ്പോൾ ചുറ്റുപാടും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നെല്ലിയാമ്പതിയിൽ മഞ്ഞും കാര്യങ്ങളും കിട്ടുന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ വരുന്നത്. കേട്ടോ, ഇപ്പോൾ സമയം ഏകദേശം 12:05. 12:05 ഈ ക്ലൈമറ്റ് ചുറ്റുപാടും നമ്മുടെ പാടമാണ്, രണ്ട് സൈഡും നെല്ലിയാമ്പതി പോകുന്ന വഴി. ആ പാടങ്ങളിൽ കംപ്ലീറ്റ് മഞ്ഞ് ആയിട്ടുണ്ട്. 12 മണിക്കും ഈ ഒരു ക്ലൈമറ്റാണ് താഴെ. അപ്പോൾ നെല്ലിയാമ്പതി മുകളിൽ നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒന്ന് മഞ്ഞ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാൻ ജാക്കറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് സാധാരണ കാഷ്വൽ ഡ്രസ്സിലാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നേരെ മുകളിൽ പോയിട്ട് നെല്ലിയാമ്പതി എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ ഒരു ഫീലും വൈബും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് നെല്ലിയാമ്പതിയുടെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇന്ന് പ്രത്യേകിച്ച് ഓഫ് റോഡോ കാര്യങ്ങളൊന്നുമില്ല, ഒരു സിമ്പിൾ യാത്രയാണ്, ഒരു അൺപ്ലാൻ ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആഴ്ച മൂള് ഞാൻ കാണിച്ചു തരാം. പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, ഞാൻ ഫ്രണ്ടിനും പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് കൂടെയുള്ള എൻ്റെ ഫ്രണ്ടാണ്, ശ്യാം എന്നാണ് പേര്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. ഓക്കെ, നമുക്കിനി നേരെ നെല്ലിയാമ്പതിക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അടുത്തെത്തി, നമ്മൾ നെല്ലിയാമ്പതി എത്തി. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉള്ളൂ നെല്ലിയാമ്പതിക്ക്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ നെല്ലിയാമ്പതി എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മെല്ലെ ഇനി നെല്ലിയാമ്പതിലേക്ക് നീങ്ങാം. നെല്ലിയാമ്പതി മലനിരകളാണ് ആ കാണുന്ന മൊത്തം. ഇത് മൊത്തം പാടങ്ങളും. മുകളിൽ മഞ്ഞുണ്ട് അല്ലേ? ഈ കാണുന്നതാണ് കേട്ടോ പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാമിലേക്കുള്ള വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണ്. അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് പോത്തുണ്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മളിപ്പോൾ നേരെ നെല്ലിയാമ്പതി മുകളിലേക്ക് കയറുകയാണ്. ആ കാണുന്ന എൻഡിലാണ് നമ്മുടെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം. അതൊക്കെ കുരങ്ങന്മാരുണ്ട്. ബാഗ് നോക്കിക്കോട്ടെ ശ്യാമേ, കുരങ്ങന്മാരുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് 2 മണി ശേഷം നെല്ലിയാമ്പതിക്ക് എൻട്രിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടൈമൊക്കെ മാറ്റി, നേരത്തെ 4 മണിയായിരുന്നു, ഇപ്പം 2 മണിയായിരിക്കും. അപ്പോൾ 2 മണിക്ക് മുമ്പ് തന്നെ വരാൻ നോക്കുക വരികയാണെങ്കിൽ. അതേപോലെ 4 മണിക്ക് തിരിച്ചിറങ്ങും വേണം, വൺ ഡേ റൈഡാണെങ്കിൽ. ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല, മുകളിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ജസ്റ്റ് വൺ ഡേ റൈഡാണ്, അപ്പോൾ ഞങ്ങൾ പോയിട്ടാണ് ഇറങ്ങുന്നത്. കുറേ നാളായി നെല്ലിയാമ്പതി വന്നിട്ട്, ഏകദേശം 1 കൊല്ലത്തോളമായി നെല്ലിയാമ്പതി വന്നത്. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ചുരങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു. നെല്ലിയാമ്പതി ഡാം, മറ്റേ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ ഞാൻ ഇവിടുന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, ആമേ മണ്ടേക്ക. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ. കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ് കയറി കിടക്കണേ. എന്ത് രസമാണല്ലേ, നോക്കി സ്റ്റില്ലായിട്ട് കിടക്കും. നോക്ക്, അത് കണ്ടോ, ആ സൈഡ് കംപ്ലീറ്റ് മഞ്ഞ് കയറിയിട്ടുണ്ട്. ഇതിവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ നെറ്റും കാണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ച പായലും അല്ലേ, കൊള്ളാണോ. ഓ, അടിപ്പം സീനറി. കണ്ടോ, ഇന്ന് കംപ്ലീറ്റ് മൂടലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂടിയ അന്തരീക്ഷം. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കണ്ടപ്പോഴാണ് വീട്ടിൽ നിന്ന് ഞങ്ങളും ചാടി പുറപ്പെട്ടത്. നെല്ലിയാമ്പതിക്ക് പോകാം, കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പോത്തുണ്ടി ഡാം. നേരെ നമുക്ക് മുന്നോട്ട് കാണാം. പോ. അതൊക്കെ ക്യാപ്ചർ ചെയ്യും. അറിയോ, കയറാം. പിന്നെ ഈ ശനിയും ഞായറൊക്കെ മാക്സിമം നെല്ലിയാമ്പതിക്ക് വരാണ്ടിരിക്കണം.
അതായത് ഞാൻ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ്. അവിടെ കാട്ടുപോത്ര താഴെ, അതാ കാട്ടുപോത്ത്, അതാണ് കാട്ടുപോത്ത്. നൈസായിട്ടോ ഒരു കാട്ടുപോത്താണ് കാണുന്നത്. എനിക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്നത് കാട്ടുപോത്തൊന്നും വെയ്യുന്നുണ്ടോ. ആ ഒറ്റയ്ക്കുള്ളൂ അവൻ. ഇതുകൊണ്ട് ഗൈസ് ആ കാട്ടുപോത്തൊന്നും വെയ്യുന്നുണ്ടോ. ആ ഒറ്റയ്ക്കാണ് വേണ്ട. സൂം ചെയ്ത് കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ചില സമയത്ത് നമുക്ക് ഇവിടെ ആനയെ കാണാൻ പറ്റും. ആക്ച്വലി ഒരു ശരിക്കുമുള്ള കൊടുങ്കാട് തന്നെയാണ്. കാരണം അവിടെ നിന്നാണ് സാധാരണ ആനയും മൃഗങ്ങൾ കയറി വരുന്നത്. ഓക്കെ, എന്തായാലും തുടക്കം കൊള്ളാം. നമുക്കൊരു കാട്ടുപോത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് പോയി നോക്കാം, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. എന്നാൽ നമുക്കല്ലേ പോവാം, എവിടെ നിന്ന് പോവാം. നമ്മൾ ബീഫ് ചിക്കൻ കടിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? അതെ അതെ. നമ്മൾ നെല്ലിയാമ്പതി ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതി ടൗണിലേക്ക് എത്തും. അപ്പോൾ നെല്ലിയാമ്പതി ടൗണിലെത്തിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് അവിടെ നിന്നാണ്. അപ്പോൾ സമയം ഏകദേശം 1:15. അപ്പോൾ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് പോകണം. ഫുഡ് അടിച്ചിട്ട് പോകണം അടുത്ത പരിപാടി. ഇതാണ് നമ്മുടെ നെല്ലിയാമ്പതി ടൗൺ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം നീങ്ങാൻ. ഇവിടെ നമുക്ക് പരിചയമുള്ള ജീപ്പുകാരുണ്ട്. പുള്ളിക്കാരനോട് ചോദിച്ചിട്ട് വേണം അടുത്ത പരിപാടി. ഒരു സഫാരിക്ക് വേണം പ്ലാനുണ്ട്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതി ടൗണിൽ ഇറങ്ങിയതാ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് മെല്ലെ നീങ്ങാതെ വെച്ചു. ഒരു ജീപ്പ് സഫാരി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കഴിയാൻ കിട്ടിയിരിക്കുന്നത് ബിരിയാണിയാണ്. ഇവിടെ വേറെ ഒന്നുമില്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാ ഫുഡ് കഴിച്ചിട്ടും എല്ലാം നീങ്ങാതെ വെച്ചു. എനർജി ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു, ബിരിയാണി അടിച്ചു. അത് കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ ഒരു ജീപ്പ് സഫാരിക്ക് പോവാണ്. ഇതാ നമ്മുടെ ജീപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വ്യൂ പോയിൻ്റും ഒക്കെ കാണിച്ചു തരാം. ഒരു അടിപൊളി ഓഫ് റോഡ് റൈഡാണ്. മഹീന്ദ്രയുടെ താറാണ്. അതുപോലെ ഞാൻ വിളിക്കാം. ഓക്കെ, ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് ഈ ഓഫ് റോഡ്? 12 കിലോമീറ്റർ ഓഫ് റോഡ് അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങി. അത്യാവശ്യം ഓഫ് റോഡിൻ്റെ സ്വഭാവം മാറി തുടങ്ങി. ഇടാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഫോറിനല്ലേ? ഫോറിട്ട് വണ്ടി ഇങ്ങനെ നടന്ന് കയറും. ഇപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നമ്മൾ പെർ ഹെഡ് 50 കൊടുക്കണം. വെഹിക്കിൾ എൻട്രൻസിൽ 100 രൂപ കൂടെ കൊടുക്കണം. അത് കൊടുത്താലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ആണ് ഇവിടുത്തെ ഫീസ്. ഓഹോ, ആ അതിൽ ഇൻഷുറൻസും കൂടെ പെടുന്ന പറയുന്നല്ലേ? ഓഹോ, ആ നീങ്ങാല്ലേ? ആക്ച്വലി ഇതിൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റ് എന്താ ശരിക്കും? ഇതിന്റെ മുകളിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറമ്പിക്കുളം ഡാം, പറമ്പിക്കുളം ടൈഗർ റിസർവ് മലനിര. ഇപ്പോൾ വെച്ചാൽ ആളിയാർ ഡാം, പറമ്പിക്കുളത്തിന്റെ ഭാഗം, പൊള്ളാച്ചി ടൗണ്, വാൽപ്പാറ മലനിരകൾ. ഓ, ഇത് മൊത്തം കാണാം ഇവിടുന്നല്ലേ? കാണാം. ഓ, അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും.
അപ്പോൾ നമുക്ക് പറമ്പിക്കുളവും അതേപോലെ വാൽപ്പാറയിലെ ഭാഗങ്ങളും എല്ലാം ഇവിടുന്ന് കാണാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. പിന്നെ അടിപൊളി ഓഫ് റോഡാണ്. അയ്യോ ശ്യാമേ, കഴിച്ച ബിരിയാണിക്ക് പുറത്ത് വന്നാ? എന്താണ് അവസ്ഥ? അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടുന്ന് ഒരു 2 വഴി തിരിയുന്നുണ്ട്. അപ്പോൾ 2 ഓരോ വ്യൂ പോയിന്റൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞു തരും. അത് പറഞ്ഞോടാ. നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്ന മാട്ടുമല ഭ്രമര സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അത് നേരെ പോകുന്ന വഴി, നേരെ പോകുന്ന 100 മീറ്റർ പോയിട്ട് അത് പോയിന്റ് കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ താഴേക്കോട്ട് ലെഫ്റ്റിലോട്ട് പോകും. അതാണ് കാരാശ്ശേരി വ്യൂ പോയിന്റ്. കാരാശ്ശേരി വ്യൂ പോയിന്റ് അല്ലേ? ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പോൾ ആദ്യം കൂടെ പോകുന്നത് സെക്കൻഡ് പോയിന്റിലേക്ക് പോകണം. മാട്ടുമല എന്നാണ്. ശരി, മാട്ടുമലയ്ക്ക്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള മോനെ, ഗൈസ് നമുക്കൊരു കിടിലം വ്യൂ ആണ് നമ്മൾ എത്തി പോകേണ്ട. അതിലൂടെ നമ്മുടെ ജീപ്പും. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ഓഫ് റോഡ് ചെയ്ത് തന്നെ ഈ ഒരു വ്യൂവിൻ്റെ അടുത്തേക്ക് എത്തുക. നല്ല അടിപൊളി വ്യൂ ആണ്. കംപ്ലീറ്റ് പച്ചപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ സലീം ചേട്ടൻ പറയുന്നതായിരിക്കും. സലീം ചേട്ടാ, നമുക്ക് ആ വ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയും. ഇപ്പോൾ ഈ കാണുന്ന വ്യൂ ആണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൽപ്പെടുന്ന സ്ഥലങ്ങളാണ്. ആ കാണുന്ന മുഴുവൻ. ഓ, അതായത് ആ മലയ്ക്ക് അമ്പർ സൈഡിലെ നെല്ലിയാമ്പതിൽപ്പെടുന്ന ഇതിൻ്റെ അങ്ങോട്ട് മുഴുവൻ ടൈഗർ റിസർവാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവിൽപ്പെടുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ മൂന്നാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങേ സൈഡ് ആ മലയുടെ ലാസ്റ്റ് നമ്മൾ പോകും. ആ കാണുന്ന ആകാശം മുട്ടി നിൽക്കുന്ന ആ മലയുടെ മുകളിൽ പോകും. അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കാണുന്നത് പൊള്ളാച്ചി, ആളിയാർ ഡാം, വാൽപ്പാറ മലനിരകളാണ് കാണുക. ഓ, വാൽപ്പാറ മലനിരകളും കാണാൻ അവിടെ അല്ലേ? വാൽപ്പാറ മലനിരകളാണ് കാണുന്നത്. ഓക്കെ, പോകുന്ന വഴി നമ്മൾ ആ കാണുന്ന വഴി അല്ലേ? ആ വഴി ഇങ്ങനെ പോയി അങ്ങനെ നേരെ ആ മലയിലേക്ക് ജോയിൻ ചെയ്യും അല്ലേ? കണ്ട കൈസ്, നമുക്ക് പോകുന്ന വഴിയാണ് കാണുന്നുണ്ട്. ആ മലയുടെ സൈഡിൽ കൂടെ പോകുന്ന വഴി കണ്ട. ആ വഴി കൂടെ കയറി നമ്മൾ ആ കാട്ട് വഴി നേരെ കയറി ആ മലയുടെ മുകളിലേക്ക് എത്തും. ടോപ്പിൽ അവിടെ ഒരു ടവർ പോലെ 2 ഇടം കാണുന്നുണ്ട്. ആ മല ടോപ്പിലേക്കാണ് നമ്മൾ ജീപ്പ് കൊണ്ട് പോകുന്നത്. അത് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
അങ്ങോട്ട് പോകുമ്പോൾ എവിടെയായിട്ടാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടത്? ആ മലയുടെ പകുതിയിലായിട്ട് നിൽക്കുന്നുണ്ട്. ആനയേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞുതരാം, സ്പോട്ട് പറഞ്ഞുതരാം. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാം. അല്ലേ? അപ്പോൾ നമ്മളൊരു ആനയെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഭാഗ്യം ഒരു ആനയെ കാണാൻ പറ്റി. നമുക്ക് അങ്ങോട്ട് പോകാം. ഗോപുരം കാണാൻ പറ്റില്ല, വൈഡ് ആംഗിൾ ആയതുകൊണ്ട്. ഏകദേശം ഈ ഭാഗത്തായിട്ടാണ്. ശ്യാമ റെഡിയല്ലേ? ശരി, ഓക്കെ, വണ്ടി എടുത്തോ. എന്തായാലും ഭാഗ്യമുണ്ടേ നമുക്കല്ലേ? ഇവിടെ കുടിച്ചേക്കാം. ശ്യാമേ എങ്ങനെ, റെഡിയല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ഓഫ് റോഡ് തുടങ്ങി. ആ മലനിരയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കണ്ട ആനയെ തേടി പോവാണ്. അതിനെ കാണാനാണ് നമ്മുടെ ലക്ഷ്യം. നല്ല രസമാണ് കേട്ടോ ഈ വഴി കാണാൻ. അടിപൊളി വ്യൂ. ഇവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും അല്ലേ? ഇല്ല, കുഴപ്പമില്ല, ഇറങ്ങാം. പറ്റുമോ? മോനെ വ്യൂ നോക്ക്. നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ ആനയെ കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഗാസ്, അപ്പോൾ ഞാൻ ക്യാമറയുടെ വൈഡ് ആംഗിൾ ഒന്ന് മാറ്റി. നിൽക്കുന്ന ആന ഇത് അത്യാവശ്യം അടുത്താണ് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ വൈഡ് ആംഗിളായിട്ട് തോന്നുകയാണ്. അതായത് നിൽക്കുന്ന ഒറ്റ കൊമ്പനാണ് അവൻ. മാൻ ഓടുന്നു. എൻ്റെ മോനെ കൊമ്പ് നോക്കാം അവൻ്റെ. അടിപൊളി കേട്ടോ. അവൻ നോക്കൂ, ഇങ്ങോട്ട് നോക്ക്. അവൻ കലിപ്പാണ്ടാ. മാവ് താഴെ ആന നിൽക്കുന്നു, അവിടെ മാവ് നിൽക്കുന്നു. അതാണ് ഇങ്ങോട്ട് തന്നെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് കണ്ടോ, താഴെ ആനൊന്നും മെയിനുണ്ടോ. ഇപ്പോൾ ഒരു മ്ലാവ് ചാടിപ്പോയി നിങ്ങൾ കണ്ടല്ലോ. അതായത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എന്തായാലും ഭാഗ്യമുണ്ട്, നമുക്ക് ആനയെ കാണാനുള്ള സ്പോട്ടുകളുടെ ഭാഗ്യമുണ്ടായി. താഴെ നിന്നൊരു കാട്ടുപോയി നമുക്ക് കിട്ടിയല്ലോ. അതുകൊണ്ട് ആന മൊബൈലിൽ കിട്ടുന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി. എന്തായാലും ഈ പ്രകൃതിയൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം. നമുക്കിവിടെ പൊളിഞ്ഞൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ഇത് എന്താ അത്? ഏലം ഫാക്ടറി. ഏലം ഫാക്ടറി ആണല്ലേ? ഇത് പഴയൊരു ഏലം ഫാക്ടറിയാണ്, ഉപേക്ഷിച്ച് നിലയിൽ കാണപ്പെടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ നോക്കിയോ. ഇതിപ്പോൾ എത്ര കൊല്ലം വേണ്ടത്? 15 വർഷത്തോളം. കാടിന് നടുക്കില്ല. ഇതുണ്ടോ ഗൈസ്? അല്ല, ഒരു പഴയ ഏലം ഫാക്ടറിയാണ് കേട്ടോ. 15 കൊല്ലമായിട്ടിത് പൂട്ടിപ്പോയെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇതിൻ്റെ താഴെ കംപ്ലീറ്റ് ഏലത്തോട്ടമായിരുന്നു. അപ്പോൾ അത് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഗവൺമെൻറ് എന്തോ ലീസിന് കൊടുത്താന്നോ പിന്നെ എന്തോ കാര്യത്തിൽ ഇത് പൂട്ടിപ്പോയി. ഇതുണ്ടോ, മൊത്തത്തിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. മൊത്തത്തിൽ പൂട്ടിപ്പോയി, കംപ്ലീറ്റായി പൊളിഞ്ഞെടുക്കുന്നു. ഈ കാടിന് നടുക്ക് ഒരു ഫാക്ടറി ഉണ്ടോ, കംപ്ലീറ്റ് കാട് പിടിച്ച് പോയി. എന്തായാലും രസമുണ്ട് ഈ കാടിന് നടുക്ക് ഇങ്ങനെ ഒരു ഫാക്ടറിയൊക്കെ കാണുമെന്ന് പറയുമ്പോഴേ. എന്താ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി തകർന്നു പോയി. പഴയ ഏലം ഫാക്ടറി ശരിക്കും കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ വല്ല മൃഗങ്ങളുണ്ടോയെന്നൊരു സംശയമാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇത് കണ്ടോ, കംപ്ലീറ്റ് പഴയ ഒരു ഏലം ഫാക്ടറിയില്ലേ, ആ ഒരു ഓർമ്മകളൊക്കെ നോക്കി. അവിടെ പഴയ ആൾക്കാരുടെ ഇവിടെ ആളും താമസം ഉണ്ടായിരുന്ന കാലത്തുള്ള ഓർമ്മകൾ. ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഇങ്ങനൊരു ബിൽഡിംഗ് കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ നമ്മുടെ ചേട്ടനാണ് പറഞ്ഞത് ഇതിങ്ങനെ പൂട്ടിപ്പോയതാണ്, 15 കൊല്ലം മുമ്പ് പൂട്ടിപ്പോയതാണെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോവാം. എത്ര മുമ്പ് കിട്ടിയത്? 40-50 കാലഘട്ടങ്ങളിൽ കെട്ടിയതാണ്. 1940 ആ കാലഘട്ടങ്ങളിൽ കെട്ടിയ ആ ഒരു ഏലം ഫാക്ടറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിപ്പോൾ കംപ്ലീറ്റായി ഷട്ട് ഡൗൺ ആയി. അതുകൊണ്ട് പക്ക ഒരു കാടിന് നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ക കാടിൻ്റെ ഫീൽ. ഇതുണ്ടോ, ചുറ്റുപാടും നോക്കിയേ. ഇതുണ്ടോ, നമുക്കിവിടെ ചെറിയൊരു അരുവി കാണുന്നുണ്ടോ, ചെറിയൊരു തോട് ഒഴുകുന്നുണ്ട്. ഇതാണ്ട് ആ വെള്ളം കാണുന്ന അരുവി. ഉണ്ടോ, പക്ഷികളുടെ സൗണ്ടും വെറും നിശബ്ദത. ആകെ നമ്മുടെ ഈ ജീപ്പിൻ്റെ സൗണ്ട് മാത്രം. ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കാട്ടുപോത്തിനെ കണ്ടു, ആനയെ കണ്ടു, അതേപോലെ ഈ പറഞ്ഞ കടുവയും പുലിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പറമ്പിക്കുളം ടൈഗർ റിസർവാണ്, അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുപോലെ ഈ പറയുന്ന വാൽപ്പാറ, പൊള്ളാച്ചി ആ സൈഡ് മൊത്തം കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തിനേയും സ്പോട്ട് ചെയ്യാം.
അപ്പോൾ നെല്ലിയാമ്പതി വരുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക, ഭാഗ്യം പരീക്ഷിക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. കൂടുതലും ശനി ഞായറും വരാതെ റഷില്ലാത്ത സമയത്ത് വന്നാൽ നമുക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഈ നമുക്ക് തോടിൻ്റെ സൗണ്ട് കേൾക്കുന്നല്ലോ, നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലോ. ആ തോടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ തോട്. ഇതുണ്ടോ, ഈ തോടാണ്. ഈ തോട് ഒരിക്കലും പറ്റില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കാരണം എത്ര വേനൽക്കാലത്തും വെള്ളം ഉണ്ടാവും, മൃഗങ്ങൾ കംപ്ലീറ്റ് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന തോടാണിത്. നമുക്കിനി ആ വഴിയാണ് പോകേണ്ടത്. ഇതാ നമ്മുടെ ജീപ്പ് പോകുന്നു. നമുക്കിനി നേരെ ജീപ്പ് കയറി അങ്ങോട്ട് പോവാം. ഒരു രക്ഷയില്ലാത്ത പ്രകൃതി സൗന്ദര്യം കേട്ടോ ഈ ഉൾക്കാട്ടിലേക്ക് വരുമ്പോൾ. പിന്നെ മെയിനായിട്ട് ഇവിടെ പുഴുവിൻ്റെ ശല്യമുണ്ട്, തോട്ടപ്പുഴു. ഞങ്ങളുടെ നാട്ടിലൊക്കെ തോട്ടപ്പുഴു എന്ന് പറയും, ചിലർ അട്ടാന്ന് പറയും. എൻ്റെ കാലിൽ ഒരെണ്ണം കടിച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അട്ടേ നോക്കട്ടെ, അട്ട കടിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞു തീർന്നില്ല. അതേ ഇരിക്കണം എടുത്തേ. ആ സാനിറ്റൈസർ എടുക്കടാ, നിന്റെ പോക്കറ്റില്ലേ? അട്ടയെ നമ്മൾ സാനിറ്റൈസർ വെച്ച് കൊല്ലുന്നു. അതാ സാനിറ്റൈസർ തൊട്ടാൽ മതി, അവൾ അവിടെ നിന്ന് ചാവും. രണ്ടാമത് എടുത്താൽ അവനും പൂജിക്കോ. അതാ അട്ടയുടെ ഗതം ഫിനിഷ് നോക്കിയാ. നോക്കട്ടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ചേട്ടൻ ഈ വഴി തമിഴ്നാട് ലോഡ് കൊണ്ട് പോകാറുണ്ടല്ലേ? പറമ്പിക്കുളം, പൊള്ളാച്ചി, അറികൂടെ. അപ്പോൾ രാത്രിയൊക്കെ ഈ വഴി വന്നിട്ടുണ്ടോ? രാത്രി വഴിക്ക് ലോഡ് കൊണ്ടൊക്കെ വരാറുണ്ട്. ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് തന്നെ വരിക. അപ്പോൾ എന്തെങ്കിലും ആനിമൽസിന് വല്ലതും സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? പുള്ളിപ്പുലിയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ദൈവമേ, എന്ത് ചെയ്യാ? അപ്പോൾ റോഡിൽ കണ്ടിട്ടുണ്ട് നേരെ? വണ്ടി കൊണ്ട് നമ്മൾ വരുന്ന സമയത്ത് എല്ലാം മാറുകയും ചെയ്യുള്ളൂ. വണ്ടീനെ പേടിയാണ്. പിന്നെ നമ്മൾ പരമാവധി അതിനെ ഉപദ്രവിക്കാതിരിക്കുക. അത് അതിന്റെ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമാർഗം എന്നുള്ള രീതിയിൽ. അതെ അതെ, അത് അതിൻ്റെ വയറ്റിപ്പെടുപ്പില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ ടോപ്പ് എത്താറായപ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇതാ നമ്മുടെ ജീപ്പ് മെല്ലെ കയറി വരുന്നു. അടിപൊളി ആംബിയൻസ് ഉണ്ട് ഇവിടുത്തെ, ഒരു രക്ഷയില്ല. അത് നിങ്ങൾ ശരിക്കും ഇവിടെ ഒന്ന് ഫീൽ തന്നെ വേണം. അപ്പോൾ ഈ വണ്ടി അങ്ങനെ കയറി ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരും. കണ്ടോ, മൊത്തത്തിൽ കോട മൂടി തുടങ്ങി മുകളിലൊക്കെ. കണ്ടോ, ഇവിടെ നമുക്കൊരു ചെറിയൊരു അമ്പലം കാണാൻ പറ്റും. ചോദിച്ചോ പറഞ്ഞത് ഇവിടുത്തെ ആദിവാസികൾ അവരുടെ അമ്പലമാണെന്ന് പറഞ്ഞത്. അവരിവിടെ വിളക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ, ശരിയാണ്. കാണുന്ന അമ്പലം കണ്ട, അതിൻ്റെ മുകളിൽ വലിയൊരു മലയും കാണാം. നമുക്ക് അടിപൊളിയായിട്ടുണ്ട് വ്യൂ. ഇതാ നമ്മുടെ ജീപ്പ് കയറി വരുന്ന കാണാം മുകളിലെത്തി. യെസ്, നമ്മുടെ ജീപ്പ് എത്തി. നമുക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ എൻ്റെ എത്തി. ഇതാണ് അവസാനത്തെ വ്യൂ പോയിൻറ്റ്. അതിൻ്റെ ഏറ്റവും നമ്മൾ എൻഡിലെത്തുകയും ചെയ്തു. പിന്നെ ഇവിടുന്ന് കാണുന്ന വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ കംപ്ലീറ്റ് കോട കയറി മൂടി തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ. അതുകൊണ്ട് അത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കിക്കോളൂ. അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് ചേട്ടൻ നിൽക്കുക, ചേട്ടനെ ഡീറ്റെയിൽ പറഞ്ഞു തരും. ചേട്ടാ ഇവിടുന്ന് കാണാൻ എന്തൊക്കെ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്? ഇവിടെ നോക്കിയാൽ ആളിയാർ ഡാം, തമിഴ്നാട് വാൽപ്പാറയ്ക്ക് കയറി പോകുമ്പോൾ എൻട്രൻസിലുള്ള ഡാം ആളിയാർ ഡാം. അവിടെയാണല്ലേ? അവിടെയായിട്ട് ആളിയാർ ഡാം. ആ ഭാഗത്തായിട്ടാ. പിന്നെ വാൽപ്പാറ മലനിരകളാണ് ഇവിടെ നോക്കിയാൽ കാണുക. ഇത് ആ മറ്റേ ടോപ്പിൽ കാണുന്നല്ലേ? ടോപ്പും അതിൻ്റെ അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല, കാരണം ചെറിയൊരു മൂടലുണ്ട്, എത്രത്തോളം കിട്ടുന്ന അറിയില്ല. വാൽപ്പാറ മലനിരകളാണ്. ഇവിടുന്ന് എയർ ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പൊള്ളാച്ചി ടൗൺ കിടക്കുന്നത്. 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ വഴി തന്നെ പോകുന്നു അങ്ങോട്ട്. ഈ വഴി, അതുപോലെ ഈ വഴി കൂടെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പറമ്പിക്കുളത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലൂടെയുള്ള ഏക മാർഗ്ഗം നെല്ലിയാമ്പതി കൂടെയാണ്. ഇതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒരു 25 കിലോമീറ്റർ കൊണ്ട് നമുക്ക് പറമ്പിക്കുളം എത്തും. 25 കിലോമീറ്റർ പറമ്പിക്കുളം എത്തും. ഇതിപ്പോൾ കേരളത്തിന്റെ ബോർഡർ ആ താഴെ കാണുന്ന ഗ്രൗണ്ട് പോലുള്ള അവിടെ വരണ കേരളം. അതിൻ്റെ അങ്ങോട്ട് ഈ മലയോ ആ താഴെ കാണുന്ന ആ മൂടലിൻ്റെ അവിടെ നിന്ന്, ആ മൂടലിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ അവിടെ തമിഴ്നാട് അല്ലേ? അപ്പോൾ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് 25 കിലോമീറ്റർ 25 കിലോമീറ്റർ പോയാൽ പൊള്ളാച്ചി അല്ല സേത്തുമട എന്ന് പറയുന്നത് തമിഴ്നാട് ബോർഡർ. സേത്തുമട അവിടെ സർവീസ് ഉണ്ട്. ചേട്ടൻ ഇതിൽ കൂടെ ലോഡ് കൊണ്ട് പോകാറുണ്ട്? ഒരുപാട് പ്രാവശ്യം പോകാറുണ്ട്. 3 ട്രൈബ്സ് കോളനി ഉണ്ട്. പിന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവ്, തമിഴ്നാടിന്റെ ആനമല ടൈഗർ റിസർവ്, ഇതിനകത്തുകൂടിയാണ് പോകുന്നത്. അത് കാരണം പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അതിന് ടൂറിസ്റ്റുകൾക്ക് പെർമിഷൻ ഇല്ല, മൊത്തം കാടാണ് അതിനുള്ളിൽ കൂടെ. അപ്പോൾ അത് പെർമിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ വല്ല പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം വിസിറ്റ് ചെയ്യാം അല്ലേ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് കാണിച്ചു ജസ്റ്റ്. ഈ വഴിയാണ് നേരെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് കണക്ട് ചെയ്യാൻ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ നിന്ന് കണ്ടോ കംപ്ലീറ്റ് മലനിരകളാണ്. നല്ല അടിപൊളി വ്യൂ ഉണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ.
ഇവിടെ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇവിടേക്ക് കാട്ടുപോത്തിന് ചാണകമാണ് കിടക്കുന്നത്. കാട്ടുപോത്തിന്റെ ചെന്നായിയുടെ കാഷ്ടങ്ങൾ അവിടെ കാണിക്കും. കാണിച്ചേ. ചേട്ടൻ പറഞ്ഞു ഇവിടെ ചെന്നായിയുടെ കാഷ്ടം കിടക്കുന്ന പറഞ്ഞു. അവിടെ അവിടെ ഈ കിടക്കുന്നൊക്കെ ചെന്നായിയുടെ കാഷ്ടമാണ്. ഓഹോ, ഈ കാണുന്ന ചെന്നായിയുടെ കാഷ്ടമാണ് കേട്ടോ ഈ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത്. ഓഹോ, അപ്പോൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയ ആണ് ഇത്. ഇതുണ്ടോ ചെന്നായ്ക്കളുടെ കഴിച്ചതാണ് എല്ലാം വേണ്ട അങ്ങനെ എല്ലോടുകൂടി കഴിച്ചിട്ട്. ഓ, ഇതെന്തിൻ്റെ ഇത്? ഇത് മാനിന്റെ ബോണാണിത്. ചെന്നായ്ക്കൾ തിന്നുമ്പോൾ അതിന്റെ രോമത്തോടുകൂടി തോലൊക്കെ കൂടിയാ തിന്നുക. ഓ എൻ്റെ മോനെ, മാനിന്റെ രോമങ്ങളാണ് ഈ കാണുന്നത്. മാനിന്റെ രോമങ്ങൾ കാണും. ഇതതിന് നഖമല്ലേ അല്ലേ? മാനിന്റെ കുളമ്പാണ് കൈസ് കാണുന്നത് കണ്ടോ. അതിന് രോമങ്ങളാണ്. അപ്പോൾ ചെന്നായി തിന്നിട്ട് അപ്പോൾ അത് കണ്ടോ ദഹിക്കാതെ പുറത്തേക്ക് വന്ന ആണിത് കാണുന്നത്. ഓ, അപ്പോൾ ഇത് ശരിക്കും രാത്രി ഒരു വൈകുന്നേരമൊക്കെ ഈ സ്ഥലം ഭയങ്കര ഡേഞ്ചർ അല്ലേ? ചെന്നായ്ക്കൾ വരുമ്പോൾ 10-40 കൂട്ടമായിട്ട് ഉണ്ടാവുക. അതെ അല്ലേ? ഓ, ചെന്നായ്ക്കൾ 40 കൂട്ടം എന്ന് പറഞ്ഞാൽ തീർന്നു. ഒരു മാന് 100 കിലോ ഉള്ള മാനൊക്കെ എന്ന് പറഞ്ഞിട്ടില്ല, അതിലൊരു 15-20 മിനിറ്റ് മതി കാലിയാക്കാൻ. തീരുമാനം. പിന്നെ എന്തൊക്കെയാ? ആനയുണ്ടല്ലോ ഇവിടെ. ആന, കരടി ഇറങ്ങും അല്ലേ? ഓഹോ, ഇവിടെ കാട്ടുപോത്തിൻ്റെ ആ കാണുന്ന കാട്ടുപോത്തിനാണോ? അതെ അതെ. ഓഹോ, അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. അത് കണ്ടോ, ആ കാണുന്ന മല കണ്ടോ? ആ കാണുന്ന മലയൊക്കെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വെച്ചു. ചെറിയൊരു അത്യാവശ്യം ഉണ്ടല്ലേ? അത്യാവശ്യം കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതിൻ്റെ മുകളിലത്തെ വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ഇനി സമയമുണ്ട്. ഇപ്പോൾ 4:30 ആയിട്ടേ ഉള്ളൂ. നമ്മൾ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ദൂരെ വന്നതല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് ട്രക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ആവാമെന്ന് വെച്ചു. നമ്മൾ ട്രക്കിങ്ങിന് ആ മലയ്ക്ക് പോകുന്ന വഴി ഞാൻ സംഭവം കാണിച്ചത് ഇതുണ്ടോ, ആനപ്പെണ്ണം കാണുന്നുണ്ടോ? അതേപോലെ ആ സൈഡ് കംപ്ലീറ്റ് പുല്ല് ചെരിഞ്ഞെടുക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടറിയില്ല. ആ സൈഡ് കംപ്ലീറ്റ് പുല്ല് ചെരിഞ്ഞെടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആന പറിച്ച് തിന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ ട്രക്കിങ് പോകുന്ന വഴിയെല്ലാം കാണാമല്ലേ? കണ്ടോ, ഈ പുല്ലാണ് ഞാൻ പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആന നിന്നാണ് കണ്ടോ പറിച്ചെടുക്കുന്നുണ്ടോ പുല്ലൊക്കെ. മുകളിൽ പോയ ആനയെ കാണും എന്തോ. ഏകദേശം ഞങ്ങൾ പകുതി എത്തി. അവിടെ നിന്ന് കാണുന്നതല്ല, അത്യാവശ്യം കയറ്റുണ്ടായിരുന്നില്ലേ? ഇവിടെ നമുക്ക് തമിഴ്നാടിൻ്റെ വ്യൂ കാണാം കംപ്ലീറ്റ്. കണ്ടോ, അതാ വഴിയും കാണാം. കണ്ടോ, ഇവിടെ നോക്കി കറക്റ്റായിട്ട് നമുക്ക് വഴി കാണാം. താഴത്തോട്ട് പോകുന്ന വഴി കണ്ടോ, അതാ പോകുന്നത്. അത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഈ കാട്ടിനുള്ളിൽ കഴിയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കുക, ആനമലയും പറമ്പിക്കുളമൊക്കെ ജീപ്പിനകത്ത് പോകണല്ലേ ഒറ്റയ്ക്ക്. സീന് മാരക റൂട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ തമിഴ്നാടിൻ്റെ വ്യൂ, ഇവിടെ കേരളത്തിൻ്റെ വ്യൂ അല്ലേ? നമ്മൾ ബോർഡറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് വ്യൂ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. സമയമായി ഏകദേശം. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ ജീപ്പ് റൈഡും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കയറി വരുന്ന വഴി ആനയെ കാണാൻ പറ്റി, അവിടുത്തെ വ്യൂ പോയിന്റെല്ലാം കാണാൻ പറ്റി. അത് കഴിഞ്ഞ് മറ്റേ ഒരു അപ്രതീക്ഷിതമായിട്ടൊരു മാനിനെ കാണാൻ പറ്റി. അതുപോലെ ഇവിടെ എത്തിയിട്ട് ഈ റൂട്ടെത്തി ഇവിടുത്തെ മനോഹരമായ വ്യൂവും കാണാൻ. അപ്പോൾ ഇവിടെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ സലീം ചേട്ടൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ മതി എപ്പോൾ വരണം, എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും പുള്ളി പറഞ്ഞു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വ്യൂവിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങിയ വഴി ഞാൻ ഈ വ്യൂ കണ്ടപ്പോൾ നിർത്തി. എന്തായാലും ഒന്ന് കാണിക്കാൻ തോന്നി എനിക്ക്, കാരണം അത്രയും മനോഹരമായിട്ടുണ്ട് കാണാൻ. കണ്ടോ, നമ്മൾ ആ വഴി ഇങ്ങനെ വന്നു. എന്നാലും ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചിട്ട് ആ മല നോക്കിയേ, എന്നാ രസം നോക്കിക്കണേ. കണ്ടോ, വൈകുന്നേരം ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിൻ്റെ ആ മൂടൽ മഞ്ഞിടെ കൂടെ വെളിച്ചം വരുന്നതാണ് നല്ല രസം. കണ്ടോ, ആ ലൈറ്റിങ് അടിക്കണ്ടോ, കറക്റ്റ് ലൈറ്റിംഗ് ആണ് ഇപ്പോൾ. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. കണ്ടോ, നെല്ലിയാമ്പതിൽ ഈ ഒരു വഴിയൊക്കെ ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാടും അതിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും വരണം. കണ്ടോ, ഇത്ര മലനിരകളായി കാണുന്ന നോക്കി. എനിക്ക് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ മുകളിലാണ് വരയാടുകൾ കാണുന്നത്. പക്ഷേ വരയാട് ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും സ്പോട്ട് ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായി. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇവിടുന്ന്. ഓക്കെ, അതാ നമ്മൾ നമ്മുടെ ജീപ്പിൽ കയറി പോവുകയാണ്. ഒരു രക്ഷയില്ലല്ലേ, നല്ല ലൈറ്റിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പറയുകയാണ്.
നമ്മുടെ സഫാരി കഴിഞ്ഞ് നമ്മളിവിടെ എത്തി. നമ്മുടെ ബൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നേരെ കേശവൻപാറയ്ക്ക് പോവാം. സമയം കഴിഞ്ഞു. എന്തായാലും നമുക്കൊരു സൺസെറ്റ് കിട്ടുമോ നോക്കാം അവിടെ പോയിട്ട്. ഞാൻ വന്നാൽ അങ്ങോട്ട് വിടാം അല്ലേ? ഏകദേശം വൈകുന്നേരമായി. കണ്ടോ മാനമൊക്കെ ചെമ്മാനമായി. ഓക്കെ, നല്ല തണുപ്പായിട്ടോ. കണ്ടോ നിങ്ങൾക്ക് കണ്ടോ മൊത്തം മൂടൽമഞ്ഞ് കാണാൻ പറ്റുന്ന അറിയില്ല. മൊത്തം നല്ല തണുപ്പാണ് കേട്ടോ. നല്ല ചില്ലെന്നുള്ള ക്ലൈമറ്റായി വൈകുന്നേരമായപ്പോൾ. കണ്ടോ ഗൈസ്, ഇതാണ് ഏവിറ്റിയുടെ ഫാക്ടറി. നമ്മൾ വരുന്ന ഈ വഴിയാണ്, അത് ഏവിറ്റിയുടെ ഫാക്ടറി. അതിൻ്റെ നേരെ ഇങ്ങോട്ട് പോകുന്ന വഴിയാണ് കേശവൻപാറയ്ക്കുള്ള വഴി. അപ്പോൾ നമുക്കൊന്ന് കേശവൻപാറ ഓടിപ്പോയി സംഭവങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കുറച്ച് ട്രക്ക് ചെയ്യണം, നടന്നു വേണം പോകാൻ അങ്ങോട്ട്. അതുകൊണ്ടോ രണ്ട് സൈഡും കാടാണ്, ഇതിൻ്റെ ഉള്ളിൽ വേണം പോകാൻ. ഒരു സൗണ്ട് കേട്ടോ നീ? ഇതാ ഇവിടെ എത്തും നമ്മൾ. ഈ കാണുന്നതാണ് ഗൈസ് കേശവൻപാറ. ഒരു അടിപൊളി ലൊക്കേഷനാണ് നെല്ലിയാമ്പതിയിലെ. ഇങ്ങോട്ട് വരുന്നവരെന്തായാലും മറക്കാതെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. മുകളിൽ ഇവിടെ ഒരു നീക്കൂട്ടമായ ഒരു സ്ഥലവും കൂടി ഉണ്ട്. എനിക്ക് കണ്ടിട്ടൊരു ഹോണ്ടഡ് പ്ലേസ് പോലെ തോന്നുന്നൊരു പ്ലേസാണിത്. കാരണം കാണിച്ചു തരാം. പോകേണ്ടത് അവിടെയാണ് ഈ കേശവൻപാറത്തെ വ്യൂ. കണ്ട ഗൈസ്, കംപ്ലീറ്റ് മഞ്ഞ് കയറി മൂടി. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് നമ്മുടെ പോത്തുണ്ടി ഡാം, നമ്മൾ താഴെ കയറുമ്പോൾ കണ്ടില്ലേ ഡാം, ആ ഡാം നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം. പോത്തുണ്ടാകും ഏതാണ്ട് വൈകുന്നേരം ആയപ്പം നമ്മുടെ ആകാശമൊക്കെ നല്ല ചെമ്മാനമായി, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഞങ്ങൾ ഒരു പ്രാവശ്യം വരയാടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ ഇരിക്കുക. അതുപോലെ ഈ സൈഡിലൊക്കെ നമുക്ക് മറ്റേ വേഴാമ്പലിനെ കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിൽ വേഴാമ്പലുണ്ട് ഇഷ്ടംപോലെ. വേഴാമ്പലിനൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷം. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഇനി നമുക്ക് ആ വീടിൻ്റെ അങ്ങോട്ട് നിന്ന് പോയി നോക്കാം. അതുകൂടെ കാണിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. കാരണം സമയമായി ഇറങ്ങാനുള്ളത്. ഇപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട്. ഇതെന്ത് പറ്റിയെന്നറിയില്ല, മറ്റേ കേസ് പെട്ടിട്ട് കൂട്ടി പോകാമെന്നാണ് പറഞ്ഞത്. ഇതിന് മുകളിലൊന്ന് കയറാൻ പറ്റും നോക്കാം. ഒരു കോണി വെച്ചിട്ടുണ്ട്. ശ്യാമോളാ, ഇതിന് മുകളിൽ പോയി ഞാൻ കാണിച്ചു തരാം. കോണിയുണ്ട്, പൊളിഞ്ഞ് വീഴുമെന്തോ ഇല്ല. ഇതുണ്ടോ അങ്ങോട്ടിലാണ്. ഈ കടുവൊക്കെ ഇട്ട് നോക്കാം. ഇതാണ്ടോ ഇതിൻ്റെ മുകളിലെത്തി. ഇതാണ് ആ പറഞ്ഞ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു വീട്. കണ്ടോ വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ നിന്ന് കാണാൻ എന്ത് രസമാണ് നോക്കി. വൈകുന്നേരം ഈ ഒരു ബാൽക്കണി വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. ഈ കാടിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സമയം എല്ലാം ഇരുട്ടി. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം ഇതിൽ നിന്ന്. അത് കംപ്ലീറ്റ് ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞോണ്ടോ, വാതിലും കാര്യങ്ങളൊക്കെ പൊളിച്ച്. ഇതിൻ്റെ ഉള്ളിൽ എന്താണാവോ, വല്ല പന്നിയും പുലിയൊക്കെ ഇറങ്ങി വരും ഇതിനുള്ളിൽ നിന്ന്. അപ്പോൾ പോവാ, എല്ലാം അടിച്ച് നശിപ്പിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. വല്ലാതെ ഇരുട്ടായി. ഇനിയിപ്പോൾ ആ വഴിയുടെ പോകുന്ന അത്ര സേഫ് അല്ല ഈ സമയത്ത്. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കേശവൻപാറന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പോൾ ഫുള്ള് ഇരുട്ടായി പോയി. ഞങ്ങൾ ഈ കടയിൽ വന്നു. ഈ കടയിൽ വന്ന് ഞങ്ങളൊരു കാപ്പി ഓർഡർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ട്രാക്ക് മറ്റേ സഫാരിക്ക് പോയിട്ട് ആ സമയം കുറച്ച് വൈകി ഇറങ്ങുമ്പോൾ 5:45 അല്ലേ, 5:45 ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കേശവൻപാറയ്ക്ക് വരെ ചെയ്തു. കേശവൻപാറത്ത് വ്യൂ കാണിച്ചു. അപ്പോൾ നെല്ലിയാമ്പത്തെ കാഴ്ചകളാണ് ഈ വീഡിയോ മൊത്തം ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ ബ്ലോഗാണ്. ഞങ്ങളൊരു 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ജസ്റ്റ് എപ്പോഴും ഓഫ് റോഡല്ലേ പോകാറ്. അപ്പോൾ വെറൈറ്റിക്ക് ജസ്റ്റ് ഒരു തണുപ്പൊക്കെ ഒന്ന് ഫീൽ ചെയ്യാന്ന് പറഞ്ഞൊരു ക്ലൈമറ്റ് കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളിവിടെ നേരെ താഴോട്ട് ഇറങ്ങിയാണ്, നേരെ പാലക്കാട്ടിലോട്ട്. അപ്പോൾ അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.